ഹായ് എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പനീർ ബട്ടർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ പനീർ ബട്ടർ മസാല പല രീതിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത് ഞാൻ എൻ്റെ ഒരു രീതിയാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കാറുള്ള ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ കഴിക്കാറുണ്ട്, നല്ല ഒപ്പീനിയൻസ് പറയാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. So let's see. So first നമുക്ക് വേണ്ടത് നല്ല ഫൈൻലി ചോപ്ഡ് ഉള്ളിയാണ്. ഇത് ഒരു കപ്പ് ഉള്ളി ഉണ്ട്. ഇതൊരു 3 to 4 വലിയ ഉള്ളി ഞാൻ ചോപ്പർ യൂസ് ചെയ്തിട്ട് നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൈ കൊണ്ട് ചോപ്പ് ചെയ്യാം. പക്ഷെ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ഫൈനായിട്ട് ചോപ്പ് ചെയ്യാം. ഇത് നമ്മൾ വീണ്ടും അരയ്ക്കുന്നൊന്നുമില്ല. ചിലർ അരച്ചിട്ടുണ്ടാക്കാറുണ്ട്, പക്ഷെ ഞാൻ അരയ്ക്കാറില്ല. ഉള്ളി ഞാൻ അതുപോലെ തന്നെ ചെറുതായി മുറിച്ചത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാണ് ചെയ്യാറ്. ദെൻ നമുക്ക് ഇവിടെ ടൊമാറ്റോ പ്യൂരി ഉണ്ട്. ഇത് ഒരു കപ്പ് ഉണ്ട് ടൊമാറ്റോ പ്യൂരി. ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് വെച്ചാൽ ടൊമാറ്റോ പീലൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുത്തു. അപ്പോൾ ഇതൊരു കപ്പുണ്ട്. ഒരു 4 വലിയ ടൊമാറ്റോ പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പനീറുണ്ട്. സോ ഞാൻ പനീർ ബ്ലോക്ക് വാങ്ങി അതിനെ ഒരു കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒന്ന് പുറത്ത് വെച്ച് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. എന്നിട്ട് ആ പനീർ ബ്ലോക്കിനെ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ടുള്ളതാണ്. ദെൻ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിത് ജിഞ്ചറും ഗാർലിക്കും കൂടി ചതച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു 8 to 9 ഗാർലിക് ക്ലോവ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു ജിഞ്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി ചതച്ച് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ്. ദെൻ നമുക്ക് ടൊമാറ്റോ സോസ് വേണം. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് വേണം. പിന്നെ നമ്മൾ എല്ലാ ഇതിലും യൂസ് ചെയ്യണത് പോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ദെൻ വി ഹാവ് മിൻറ്റ് ലീവ്സ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയാൻഡർ ലീവ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഞാൻ കൊറിയാൻഡറും മിൻറ്റും യൂസ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഞാൻ മിൻറ്റ് മാത്രം യൂസ് ചെയ്യും. ഇന്ന് കൊറിയാൻഡർ ഇല്ലാത്തതുകൊണ്ടാണ് മിൻറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ദെൻ ടർമറിക് പൗഡർ ഉണ്ട്, ചില്ലി പൗഡർ, കസൂരി മേത്തി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചേർക്കാം. ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ഒരു 3-4 പച്ചമുളക്. പിന്നെ നമ്മളുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കാഷ്യൂ പേസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ ഒരു 50 ഗ്രാം കാഷ്യൂനട്ട് സോക്ക് ചെയ്ത് എന്നിട്ട് അതിനെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അങ്ങനെ ഒരു 50 ഗ്രാം കാഷ്യൂനട്ടിനെ പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാഷ്യൂ പേസ്റ്റ്. ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ഇതിൽ തന്നെ എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നമ്മളൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ കറിയിലത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ബട്ടർ ആവശ്യമാണ്. അപ്പോൾ ഇതൊരു 25 ഗ്രാം ബട്ടറാണ് എൻ്റെ അടുത്തുള്ളത്. 25 to 50 ഗ്രാം ബട്ടറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സോ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കാൻ പോവാണ്. ഞാനൊരു നോൺ സ്റ്റിക്ക് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തു. ഫസ്റ്റ് നമ്മൾ ചെയ്യണത്, ഈ കടായി ഒന്ന് ചൂടായി വരുന്ന ആ ടൈമിൽ ഇപ്പോൾ 25 ഗ്രാം ബട്ടറാണ് ഇവിടെ ഉള്ളത്. ഞാൻ അതിൻ്റെ പകുതി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതുകൊണ്ട് കട്ട് ചെയ്യാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഈ ബട്ടറിൻ്റെ പകുതി ഞാൻ പാനിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഈ ബട്ടറിൽ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ബട്ടറിലിട്ടാൽ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യണവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ കയ്യിലേക്ക് ആവുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എൻ്റെ ഒരു ടിപ്പാണ്, നമ്മൾ കുറച്ച് ഉള്ളി, ഇത് ചൂടാവുമ്പോൾ നമ്മൾ വളരെ കുറച്ച് ഉള്ളി ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ബട്ടർ ഒന്ന് ചൂടായി വരട്ടെ. പിന്നെ ഒരു കാര്യം എല്ലാവർക്കും അറിയണതാണ്, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റീൽ സ്പൂണൊന്നും യൂസ് ചെയ്യരുത്.
ഇതെല്ലാവർക്കും അറിയേണ്ടതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്താണ്. ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാവുമല്ലോ. അപ്പോൾ ഇത്രയും ബട്ടർ ഞങ്ങൾ 3 പേർക്ക് കഴിക്കാനുള്ള കറിക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് പേടിക്കണ്ട. ഞാൻ അമൂൽ ബട്ടറാണ് യൂസ് ചെയ്യണത്. ആൻഡ് ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് സിലിക്കൺ ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. എന്നാലും ഞാനിത് ആർക്കെങ്കിലുമൊക്കെ അറിയാത്തതുണ്ടെങ്കിൽ സംശയം വരണ്ട വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ബട്ടർ ഒന്ന് ചൂടായി. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് ഞാൻ ഒരു കുറച്ചായിട്ട്, ഇത് നമുക്ക് ആവശ്യത്തിന്, ഇപ്പോൾ ഉള്ളി ഇടാൻ വേണ്ടിയിട്ടല്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കയ്യിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം അതിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ഫസ്റ്റ് ലെയർ ഉള്ളി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പേസ്റ്റ് അല്ല, ഇത് ഫൈനലി ചോപ്പ് ജിഞ്ചർ ഗാർലിക് ആണ്. അപ്പോൾ എനിക്കിത് ഇടയിൽ കടിക്കാൻ കിട്ടുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഫൈനലി ചോപ്ഡ് ആയിട്ടാണ് എടുത്തത്. പേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പേസ്റ്റ് വാങ്ങാൻ കിട്ടണതോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയതോ അങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറിയിട്ട് ഒരു എന്താ കുക്ക് സ്മെല്ല് വരുമല്ലോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ പച്ചമണമൊക്കെ മാറി നല്ല കുക്ക്ഡായിട്ടുള്ള നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഒരു കപ്പ് ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഉള്ളി ഒന്ന് നല്ലോണം ആ ബട്ടറിൽ ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് ഏതുപോലെ ആവണം വെച്ചാൽ ഒന്ന് വാടി വരണം. നമ്മളുടെ ഈ പൂക്കളൊക്കെ വാടുമ്പോഴുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഉള്ളി ഒന്ന് വാടി വരണം. അപ്പോൾ ഇത് സ്പീഡാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്കൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ബട്ടറൊക്കെ ഓരോരുത്തരുടെ താല്പര്യപ്രകാരമാണ് കേട്ടോ. ഇതിനേക്കാൾ കൂടുതൽ ബട്ടർ ചേർത്തിട്ട് ഉണ്ടാക്കാം, ഇത്ര ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുണ്ടാക്കാം, അതൊക്കെ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യേണ്ട ഒരു മോഡറേറ്റ് അളവിലുള്ള ബട്ടറാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഗസ്റ്റ്സ് ഒക്കെ ഉണ്ട്, നല്ല ടേസ്റ്റുള്ള പനീർ ബട്ടർ മസാല ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ബട്ടർ ആഡ് ചെയ്യാം. ഒരു 50 ഗ്രാംസ് വരെയൊക്കെ ബട്ടർ ഈ ഉള്ളി വഴറ്റാനായിട്ട് ആഡ് ചെയ്യാം. ബട്ടർ ആൻഡ് ഓയിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യണവരുണ്ട്. അങ്ങനെ അതൊക്കെ നമ്മളുടെ താല്പര്യമാണ്. നമ്മളുടെ ടേസ്റ്റും ഹെൽത്തും അതിൻ്റെ പ്രിഫറൻസസിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉള്ളി നല്ല വാടി വന്നിട്ടുള്ളത് കാണാം. സോ ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഗ്യാസ് ലോവസ്റ്റ് ഫ്ലെയിമിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഈ മസാലകളെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ടർമറിക് ആണ് ഇടണത്. ഒരു 1/4 to 1/2 സ്പൂൺ ടർമറിക് പൗഡർ. ദെൻ ഗരം മസാല പൗഡർ, ഇതൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ദെൻ കുറച്ച് കൊറിയാൻഡർ പൗഡർ. ഇത് ഓപ്ഷണലാണ്, ചേർക്കണവരുണ്ട് ചേർക്കാത്തവരുണ്ട്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ. ദെൻ മുളക് പൊടി ഒരു കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർക്കാം, അല്ലെങ്കിൽ നമ്മളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി. അപ്പോൾ ഇത് ലോവസ്റ്റ് ഫ്ലെയിമിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തത് ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് കരിയണത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോവസ്റ്റ് ഫ്ലെയിമിലേക്ക് മാറ്റിയത്. ഇനി ഇതൊന്ന് ചൂടായാൽ മതിയല്ലോ നമുക്ക് ഈ പൊടികൾ. അപ്പോൾ അങ്ങനെ ഒന്ന് ചൂടാവണം, അതുവരെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഈ പൊടികൾ ചൂടാവുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു പൊടികൾ ഇട്ടതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പൊടികൾ ഇട്ടതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് മൂക്കിലേക്ക് കുത്തുന്ന സ്മെല്ലല്ലാതെ നമുക്കറിയാലോ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളതിൻ്റെ ഒരു നല്ല സ്മെൽ.
അപ്പോൾ ഈ സ്മെല്ല് വരുന്ന സമയത്ത്, ആ പച്ചമണം അല്ലാതെ ഒരു നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ചേർക്കണം. ഇപ്പോൾ 1 കപ്പ് ടൊമാറ്റോ പ്യൂരിയാണുള്ളത്. അപ്പോൾ ഈ ടൊമാറ്റോ പ്യൂരി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ഫ്രം ലോവസ്റ്റ് ഫ്ലെയിം നമുക്കതൊരു മീഡിയം ഫ്ലെയിം ആക്കി മാറ്റാം. കാരണം ആവശ്യത്തിനുള്ള വാട്ടർ കണ്ടന്റ് ഇതിലേക്ക് വന്നു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യണത് എന്തിനാ വെച്ചാൽ നമ്മൾ ആദ്യം ചേർത്തിയ ബട്ടറിലാണ് ഇപ്പോൾ ഈ ഉള്ളിയും മസാലകളും ഈ ടൊമാറ്റോ പ്യൂരിയും ഒക്കെ വേവാൻ പോണത്. അപ്പോൾ ആ ബട്ടറിൻ്റെ ആ ഒരു ഓയിൽ ഫ്രോത്ത് നമുക്ക് ഈ ടൊമാറ്റോ പ്യൂരിയുടെ മുകളിലേക്ക് വരണം. അപ്പോഴാണ് ഇത് കുക്ക്ഡായി എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അതിന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ലെറ്റ്സ് വെയിറ്റ്. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച്, ഞാൻ പറയാൻ വിട്ടുപോയി, കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഒരു കപ്പൊക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കറിയിൽ എത്ര ഗ്രേവിയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ആ പ്രിഫറൻസിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നൗ ആ ഓയിൽ ഫ്രോത്ത് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഏറ്റവും ഓർഡർ ചെയ്യാറുള്ള കറി ഐറ്റം ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിൽ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ ഏറ്റവും ഓർഡർ ചെയ്തിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷ് പനീർ ബട്ടർ മസാലയും ഗോബി മഞ്ചൂരിയനും ആയിരുന്നു. നൗ യു ക്യാൻ സീ ഇതിൽ ആ ഓയിൽ ഇങ്ങനെ മുകളിലൊരു ലെയറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എത്ര ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അനുസരിച്ചിട്ടാണ് അത് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരിക. അപ്പോൾ ആ എണ്ണ തെളിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് അടുത്ത നമ്മളുടെ സാധനം ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ മാഗിയുടെ റിച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള പനീർ ബട്ടർ മസാല കിട്ടും. ഇനി ഇത് ഓപ്ഷണലാണ്, ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം, അങ്ങനത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. സോ നമുക്കിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കളറ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമേ. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഈ ചില്ലി ഇട്ട് കൊടുക്കാം. നമ്മളുടെ എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ ചില്ലി. അപ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും കുറച്ച് സ്പൈസി ആവേണ്ടത് ഇഷ്ടമാണ്. അപ്പോൾ അതിനൊരു 4 പച്ചമുളക് ഇങ്ങനെ 2ആയി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്കാവട്ടെ. ഈ ഓയിൽ ഫ്രോത്ത് വന്നിട്ട് ഒരു കുറച്ച് നേരം കൂടി അതൊന്ന് കുക്കാവട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളുടെ കാഷ്യൂ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എടുത്തോളൂ. ഓക്കെ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ ഓയിൽ ഫ്രോത്ത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മളുടെ കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യാം. ഒരു 50 ഗ്രാം കാഷ്യൂവിൻ്റെ പേസ്റ്റാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സെർവിങ്ങിൽ താല്പര്യം, കുക്കിംഗ് മാത്രം പോരല്ലോ, നമ്മൾ സെർവിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ. അപ്പോൾ നന്നായി സെർവ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കാഷ്യൂ പേസ്റ്റ് ഈ ബൗളിൽ ഞാൻ ബാക്കി വെക്കും. അതെന്തിനാണെന്ന് ഞാൻ അവസാനം കാണിക്കാം. ഈ കാഷ്യൂ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. ഈ കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറി ഒന്നും കൂടിയും ഒരു കൊഴുപ്പ് വരും, ഒന്നും കൂടി തിക്കറാവും. സോ ഞാനിതിൽ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു വെക്കാം.
ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ആയി വരട്ടെ. ഇനി നമ്മളുടെ പനീർ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. 2 തരത്തിൽ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. ഞാനും 2 തരത്തിൽ ഉണ്ടാക്കാറുണ്ട്, നിങ്ങൾക്കും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചിലർ ഈ പനീരൊന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തിട്ട് കറിയിലേക്ക് ഇടുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ധാബയിലൊക്കെ പോവുകയാണെങ്കിൽ ഈ പനീർ ഫ്രഷ് പനീർ തന്നെയാണ് കറിയിൽ നിന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ചൂസ് ചെയ്യാം. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയ പനീറാണ്. പനീർ ബ്ലോക്ക് ഞാൻ കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 100 ഗ്രാംസ് പനീറുണ്ട്. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഐദർ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം, അല്ല ഫ്രഷ് പനീറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഫ്രഷ് പനീർ ചേർക്കാം. നമുക്ക് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ തട്ടുകടകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്രഷ് പനീർ തന്നെയാണ് കിട്ടുക. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 100 ഗ്രാംസ് പനീർ ഞാൻ ചേർത്തിയിട്ടുണ്ട്. ഇനി അത് ഒന്ന് നല്ലോണം ഈ ഇൻഗ്രീഡിയൻസിലൊന്ന് കുക്കായി ആവട്ടെ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഓക്കെ, അപ്പം ഞാൻ ഉള്ളി ഫ്രൈ ചെയ്ത ടൈമിലിട്ട ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഉപ്പിൻ്റെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ഇടാം. ഇപ്പോൾ ഒട്ടും കുക്കിംഗ് അറിയാത്തവർ, പണ്ട് ഞാൻ കുക്കിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ഈ ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. എത്രയാണ് ആവശ്യത്തിനെന്ന് അറിയാത്തവർക്ക് അത് പറഞ്ഞു തരണമല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പാണ് ഇടേണ്ടത്. അത് നോർമലി ഒരു 1/4 ടീസ്പൂൺ ഉപ്പായിരിക്കും ആവശ്യം വരിക. ഇനി നമ്മുടെ ഫൈനൽ കാര്യങ്ങളായിട്ട് നമുക്ക് വേണ്ടത് കസൂരി മേത്തിയും ചെറിയ ജീരകം പൊടിച്ചതിൻ്റെ പൗഡറുമാണ്. ഇപ്പോൾ ജീര പൗഡർ വാങ്ങാൻ കിട്ടും. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതിൻ്റെ പൗഡറാണ്. ഈ ജീര പൗഡറും കസൂരി മേത്തിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറി കംപ്ലീറ്റ് ആയി. സോ ഇത് സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ചും കൂടി കുറവ്. എന്നിട്ട് കസൂരി മേത്തി, ഇതിപ്പോൾ വറുത്ത് പൊടിച്ചതൊന്നുമല്ല, ഫ്രഷ് കസൂരി മേത്തിയാണ്. അപ്പോൾ ഇത് ഒന്ന് കയ്യിലിങ്ങനെ വെച്ച് ഒന്നിങ്ങനെ കൈ കൊണ്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് കറിയിലേക്ക് ചേർക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ കറി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ പനീറൊന്ന് ഈ ടേസ്റ്റിൽ വെന്തോട്ടെ. അപ്പോൾ ഇത് ഗ്രേവി ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് കേട്ടോ. കുറച്ചും കൂടിയും ഗ്രേവി വേണമെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര വെള്ളം ആഡ് ചെയ്യാതെ കുറച്ചും കൂടി തിക്കറാക്കാം. പക്ഷെ കാഷ്യൂ പേസ്റ്റ് ഒക്കെ ചേർത്തിയ സ്ഥിതിക്ക് അതൊന്ന് ഇരുന്ന് തിക്കാവും. ഇനി പൊതുവെ ആരും ചെയ്യാറില്ല, പക്ഷെ എനിക്കിഷ്ടമുള്ള, നമുക്ക് എല്ലാവരും കുക്ക് ചെയ്യുമ്പോൾ അവരവരുടെ ഒരു കയ്യൊപ്പ്, ഒരു സിഗ്നേച്ചർ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ എൻ്റെ സിഗ്നേച്ചറായിട്ട് ഞാൻ ചേർത്താറുള്ളത് മിൻറ്റ് ലീവ്സ് ആണ്. ഇത് അധികം പേരൊന്നും ചേർത്തിയിട്ട് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്, ഇവിടെ എല്ലാവരും കഴിക്കാറുണ്ട്. സോ കുറച്ച് മിൻറ്റ് ലീവ്സ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇടും. കൊറിയാൻഡർ ലീവ്സ് ഇഷ്ടമുള്ളവർക്ക് കൊറിയാൻഡർ ലീവ്സ് ഇടാം. കൊറിയാൻഡർ ആൻഡ് മിൻറ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ മിൻറ്റ് ലീവ്സും കൂടി ഇട്ടിട്ട് കറി ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. സോ വളരെ ഈസി ആയിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റിൽ വെരി ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്, ഈ പനീർ ബട്ടർ മസാല. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാൻ ഫൈനലി അവസാനം കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആ ഒരു സെർവിങ് ടിപ്പാണ്. ഇപ്പോൾ ഇവിടെ കുക്കായ കറി ഞാൻ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഒന്നുമില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് നമ്മളുടെ ഈ കാഷ്യൂ പേസ്റ്റ് ബൗളിൽ ബാക്കി വന്നത് എടുക്കാം. എന്നിട്ട് ഒരു ഫ്രഷ് ക്രീമിന് പകരം നമുക്ക് ഈ കാഷ്യൂ പേസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള പാറ്റേണിൽ നല്ല ഭംഗിയിൽ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നമ്മളുടെ കഴിക്കണ ആൾക്കാർക്കൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഈ സെർവിങ് ബൗൾ തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു സന്തോഷം കിട്ടും. ആ സെർവിങ്ങും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മളുടെ കറി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.
ആൻഡ് സ്റ്റേ ട്യൂൺഡ്. നമുക്ക് നമ്മളുടെ അടുത്ത വീഡിയോസ് കാണാം. ഇനി നമ്മൾ ഇന്നിവിടെ ഇത് കഴിക്കാൻ പോണത് ചപ്പാത്തിയുടെ കൂടെയാണ്. ചപ്പാത്തി മാവ് ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഞാനല്ല ഉണ്ടാക്കാറ്, അമ്മയാണ് ഉണ്ടാക്കാറ്. നല്ല സോഫ്റ്റ് ചപ്പാത്തീസ് അമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കണ വിഷ്വൽസും കൂടിയും തംബ്നെയിലിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളെല്ലാവരും കഴിച്ച് നോക്കിയിട്ട് ഒപ്പീനിയൻ അറിയിക്കണം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ. ഐ എം വെരി സോറി ഗൈസ്, നമ്മൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ നിൽക്കുന്ന ടൈമിലായിരുന്നു അമ്മ വന്നത്. എന്നിട്ട് അമ്മ ചോദിച്ചു ആ ബട്ടർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യണതിൻ്റെ ഇടയിൽ അതിടാൻ മറന്നുപോയി. അപ്പോൾ ഒരു ക്യൂബ് ബട്ടർ നമ്മൾ കറിയുടെ മുകളിൽ ഇട്ട് കൊടുത്താൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ബട്ടർ ഒന്ന് കറിയിലിരുന്ന് മെൽറ്റ് ആയിക്കോട്ടെ. സോ നമ്മൾ ടോട്ടൽ യൂസ് ചെയ്തത് 50 grams ബട്ടറാണ്. 25 grams ആദ്യം നമ്മൾ ഉള്ളി വഴറ്റുന്ന ടൈമിലിട്ടു ആൻഡ് 25 grams നമ്മളിപ്പോൾ ടോപ്പ് ചെയ്തിട്ട് അതിന് മുകളിലിട്ടു. അതിന് തന്നെ മെൽറ്റായിട്ട് ആ കറിയിലേക്ക് അലിഞ്ഞ് ചേർന്നോട്ടെ. ഇറ്റ് വിൽ ബി വെരി ടേസ്റ്റി. നിങ്ങളെല്ലാവരും ഇതും കൂടി ചേർത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.